വയനാട് DCC ട്രഷറർ NM വിജയൻ്റെയും മകൻ്റെയും മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ CPM ആയുധമാക്കുകയാണ്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്തിനൊപ്പം ഉണ്ട്. വയനാട്ടിൽ നിന്ന് IC ബാലകൃഷ്ണൻ 24-നൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത് അയ്യപ്പത്ത്. IC ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. IC ബാലകൃഷ്ണൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് ഈ നിമിഷം. കാരണം ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ CPIM ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെ CPIM ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറയുന്നത് താങ്കൾ അദ്ദേഹം മുഖേന പണം കൈപ്പറ്റി എന്നുള്ള ആരോപണമാണ്. എന്താണ് ഇതിനകത്ത് മറുപടി? അല്ല, അത്തരം ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരാണ് എനിക്ക് പണം തന്നത്, ആരാണ് പണം വാങ്ങിച്ചു തന്നത്? ഈ പണം വെറുതെ കൊടുക്കലും അങ്ങനെയുള്ള സംഗതിയാണോ? CPM ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണ്. പക്ഷെ അവർ ഒരു കാര്യം പറയും, സമഗ്ര അന്വേഷണം വേണം. ആ സമഗ്ര അന്വേഷണം ഞാനും സ്വാഗതം ചെയ്യാണ്. കാരണം എനിക്കറിയേണ്ടത്, ഈ നാട്ടിലെ നല്ലൊരു പൊതുപ്രവർത്തകൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഏറെക്കാലമായിരുന്ന ഒരു നല്ല പൊതുപ്രവർത്തകനായ NM വിജയേട്ടനെ ഏത് ഉപജാതക സംഘമാണ് അദ്ദേഹത്തെ ചതിച്ചത്, അദ്ദേഹത്തെ ഇതിലേക്ക് എത്തിച്ചത്? അതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാളല്ല അദ്ദേഹം. എന്താണ് സംഭവിച്ചെന്നുള്ളത് വളരെ സമഗ്രമായ രീതിയിലുള്ള ഒരു അന്വേഷണം വേണം. യഥാർത്ഥ പ്രതികളെ, ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വാദം. ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖ കാണിക്കുന്നുണ്ട്. അതായത് ആ രേഖയിൽ ഒരു പീറ്റർ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനുമായ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് പൈസ കൊടുത്തു എന്നൊക്കെ ആ രേഖയിൽ പറയുന്നുണ്ട്. ആ രേഖയെ സംബന്ധിച്ച് എന്തെങ്കിലും ആധികാരികത ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം? ഞാൻ പറയട്ടെ, ഞാൻ 2016 മുതൽ 21 വരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. ഞാൻ ഇന്നലെയാണ് യഥാർത്ഥത്തിൽ മീഡിയ പുറത്തുവിട്ടപ്പോഴാണ് ഇങ്ങനൊരു എഗ്രിമെന്റ് അറിയുന്നത്. ഞാൻ ചോദിക്കുന്ന, ഒരു പീറ്റർ എന്ന് പറയുന്ന ആളും NM വിജയനുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് വെക്കുമ്പോൾ എൻ്റെ പേര് പെൻഷൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് ഞാൻ അറിയണ്ടേ? ഞാനൊരു ജനപ്രതിനിധിയായിരുന്നില്ല ആ സമയത്ത്, ഞാൻ അറിയണ്ടേ? പീറ്റർ എന്ന് പറയാൻ താങ്കൾ അറിയൂ? ഞാൻ അറിയില്ല. അദ്ദേഹത്തെ ഇതുവരെ ഞാൻ നേരിൽ കണ്ടിട്ടുമില്ല. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുമില്ല. ഞങ്ങൾ പാർട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ഇദ്ദേഹം എന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. കാരണം അത് നടത്തണമല്ലോ. അങ്ങനെ വെറുതെ പേര് എഴുതി ചേർക്കാൻ പറ്റൂലാണ്. വ്യാജേന എഴുതി ചേർത്താണ്. അത്തരത്തിലുള്ള ഒരു സമീപനം ശരിയല്ല ഈ ജനാധിപത്യ സംവിധാനത്തിൽ. ഈ 2 ഡോക്യുമെന്റ് വന്നത് ഒരുപക്ഷെ CPM പുറത്തുവിട്ടതായിരിക്കില്ല, നിങ്ങളുടെ പാർട്ടി ഫോറത്തിൽ തന്നെ വന്നതായിരിക്കും എന്നുള്ള സംശയം താങ്കൾക്കുണ്ടോ? അല്ല, അത് ഞാൻ അങ്ങനെ പൊതുവായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഇതാരെ പുറത്തു വിട്ടു, ആരിത് ഈ രേഖകൾ ഉണ്ടാക്കി, അവരെ കണ്ടെത്തേണ്ടത് അത് രാഷ്ട്രീയത്തിന്റെ മുഖമോ ജാതിയുടെ മുഖമോ മതത്തിന്റെ മുഖം നോക്കിയല്ല. ഇത്തരത്തിലുള്ള ക്രൂരമായ, വികൃതമായ, മോശമായ പ്രവൃത്തി ഉൾപ്പോരിൽ കൂടി നടത്തുന്ന ആരാണെങ്കിലും അവർ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഈ ഉപജാപക വൃന്ദം എന്ന് താങ്കൾ പറഞ്ഞല്ലോ, ആ ഉപജാപക വൃന്ദം ഒരുപക്ഷെ ഈ നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ ആയിരിക്കും എന്നുള്ള സംശയമുണ്ടോ? നിങ്ങൾ KPCC ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി എന്തെങ്കിലും? ഞാൻ 2021 നിങ്ങൾക്കറിയാലോ, എൻ്റെ കാലാവധി, DCC പ്രസിഡന്റ് കാലാവധി അവസാനിച്ചു. ആ ഘട്ടത്തിലാണ് ബത്തേരിയിലെ ഗോപിനാഥന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ ആൾ ഗോപിനാഥന്റെ നേതൃത്വത്തിൽ ഞാൻ 2 കോടി രൂപ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈപ്പറ്റിയെന്നും പറഞ്ഞ് വ്യാജ പരാതി RP ശിവദാസൻ, അന്നത്തെ DCC ജനറൽ സെക്രട്ടറി, അതേപ്പോഴുണ്ടല്ലോ, RP ശിവദാസന്റെ കള്ളൊപ്പിട്ട് ആ ഒപ്പ് വെച്ച് KPCCക്ക് പരാതി അയച്ചു. KPCCക്ക് പരാതി ലഭിച്ചിട്ടില്ല. കൈരളി ചാനലിന് കൊടുത്തു. കൈരളി ചാനൽ ഒരു പരാതി ഇടുന്ന സ്വാഭാവിക ഒരു പൊതു ചാനലാണ്, അവർ പുറത്തുവിടുമല്ലോ. പുറത്തുവിട്ടു. 2 ദിവസം എന്നെ മോശമാക്കി. അതിൻ്റെ ഭാഗമായി ഞാൻ KPCCക്ക് കത്ത് കൊടുത്തു, അന്വേഷണം നടത്താൻ വേണ്ടി KPCC കത്ത് കൊടുത്തു.
ഇവിടുത്തെ മുഴുവനും പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവർ അന്വേഷണം നടത്തി. ഒരാളും IC ബാലകൃഷ്ണൻ പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുമില്ല. അത്ര രേഖ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. 2 പേരെ, ഒന്ന് ബാങ്കിലെ ചെയർമാനെയും അതോടൊപ്പം തന്നെ ഗോപിനാഥ മാഷയും. അവരിപ്പോൾ പുറത്ത് നിൽക്കുക. മാത്രമല്ല RP ശിവദാസൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ സമയം അദ്ദേഹം പറയും ആ കത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അദ്ദേഹം പറയും. ഞാൻ പറയട്ടെ, എൻ്റെ കൈകൾ ശുദ്ധമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. എന്തായാലും IC ബാലകൃഷ്ണൻ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ തീർച്ചപ്പെടുത്തുകയാണ്. ഈ പോലീസ് ഈ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെടുന്നുണ്ട്. CPIM ജില്ലാ സെക്രട്ടറി ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. നാളെ ICയുടെ ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ CPIM നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയമായി ഈ വിഷയം മാറുകയാണ്. എന്തായാലും വീട്ടുകാർ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ പീറ്റർ മാഷ് എന്ന് പറയുന്ന ആളും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. പോലീസ് നിലവിൽ ആത്മഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. മറ്റ് തരത്തിലുള്ള പരാതികൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. IC ബാലകൃഷ്ണൻ ഈ കേസിൽ ആരോപണ വിധേയനാകുന്നു. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വിശദമാക്കിയത്.